നമ്മുടെ ഒരു പുരുഷൻ്റെ ബീജം എത്ര കാലം സൂക്ഷിക്കാം? നമുക്ക് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലും നമ്മൾ അലമാരയിലും ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമോ? പുതിയ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളിതുമായി ബന്ധപ്പെട്ട് വ്യക്തമായി മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. നമ്മളൊരിക്കലും ഒരു അബദ്ധത്തിലും കുയിലും പോയിട്ട് വീഴാതിരിക്കാൻ ചില അറിവുകൾ നമ്മളെപ്പോഴും സ്വായത്തമാക്കിക്കൊണ്ടേയിരിക്കണം. ഇവിടെ എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ സംസാരിക്കുമ്പോൾ വളരെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെയോ രാഷ്ട്രീയ നേതാവിനെയോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ അങ്ങനെ സംസാരിക്കുന്ന ഉദ്ദേശം എനിക്കില്ല. ചില രാഷ്ട്രീയ നിലപാടുകൾ നമുക്കൊരു വ്യക്തിപരമായി ചില ആളുകൾക്ക് ചില നിലപാടുകൾ ഉണ്ടാകാറുണ്ട്, അത് എനിക്കുമുണ്ട്. അതേപോലെ ഷാഫി പറമ്പിനെ പോലുള്ള ആളുകളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ചില ആളുകൾ അത്ഭുതത്തോടെ അദ്ദേഹത്തിനെ കുറിച്ചും അങ്ങനെയും രാഷ്ട്രീയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. കാണുമ്പോൾ നമ്മളിങ്ങനെ ഹോട്ടലൊക്കെ വെച്ച് കാണുമ്പോൾ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാഫി പറമ്പിനെ നമ്മൾ സ്നേഹിക്കുന്നത് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ടോ ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രഭാഷണങ്ങൾ കൊണ്ട് ഒരുപാട് വായിക്കുകയും ഒരുപാട് നാടുകളിൽ സഞ്ചരിക്കുകയും ഒരുപാട് ആളുകളുമായി ഇടപഴകുകയും ആ അനുഭവം ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുകയും നല്ല സംസാരശീലമുള്ള, നല്ല ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ, നല്ല ഗാംഭീര്യമുള്ള, നല്ല സംസാരമുള്ള, സ്റ്റേജിലൊക്കെ നിന്ന് അടിപൊളിയായി നല്ലൊരു എനർജിയോടെ പ്രസംഗിക്കാൻ കഴിയുന്ന ഒരാളെ സാധാരണ ഒരു മനുഷ്യൻ ചിലപ്പോൾ പ്രസംഗമൊക്കെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഇഷ്ടപ്പെട്ടു പോകും. അതിൽ അവിടെ രാഷ്ട്രീയമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ബീജവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് ബീജം എങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമോ? കാരണം നമുക്കിത് അറിയാത്തൊരു വിഷയമാണ്. നമുക്കിത് ജമീനോടൊക്കെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ച് മറ്റുള്ളവരോട് ചോദിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെ ഏതൊരു സാധാരണക്കാരൻ അറിയുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരു സാധാരണക്കാരനറിയാം ബീജം ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് ഒരുപാട് ദിവസം വെക്കാൻ പറ്റില്ല, സാധാരണ രീതിയിൽ സൂക്ഷിക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിലോ അലമാരയിലോ കപ്പാട്ടിലൊന്നും സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. ചില ആളുകൾ പറയുന്നത് പോലെ ഒരുപാട് മിനിറ്റുകൾ കൊണ്ട് 1-2 മിനിറ്റ് കൊണ്ട് അത് ബീജവും അതിലെ ഇതെല്ലാം നശിച്ചു പോകും. ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. ബീജത്തിൻ്റെ ആയുസ്സിനെ കുറിച്ച്, ശരീരത്തിന് പുറത്ത് ഒരു പാത്രത്തിലോ കുപ്പിയിലോ ബീജം സൂക്ഷിച്ചാൽ അത് വളരെ വേഗത്തിൽ നശിച്ചു പോകും. മിനിറ്റുകൾ മാത്രം വായുവുമായി സമ്പർക്കം വരികയോ ബീജം ഉണങ്ങുകയോ ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബീജകോശങ്ങൾ നശിക്കും. ഇനി ചുറ്റുപാടുകൾ ഊർപ്പമുള്ളതും ശരീര താപനിലയുടെ അടുത്തതുമായ സാഹചര്യമാണെങ്കിൽ പോലും പരമാവധി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അവ ജീവനോടെ ഇരിക്കൂ. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ദുർഗന്ധം, നിങ്ങൾ സൂചിപ്പിച്ചത് ശരിയാണ്. കൃത്യമായ ശാസ്ത്രീയമായ സംവിധാനങ്ങളില്ലാതെ സൂക്ഷിച്ചാൽ ഇതിലെ പ്രോട്ടീനുകൾ വിഘടിക്കുകയും ബാക്ടീരിയകളുടെ വളർച്ച കാരണം വളരെ വേഗം ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്യും. അതായത് നമ്മൾ ചീഞ്ഞ മുട്ടനങ്ങോട്ടി കടയായിരിക്കും ഇതിൻ്റെ ദുർഗന്ധം, ഒരു സംശയമില്ല ഉണ്ടാകും. ഇനി സ്ത്രീ ശരീരത്തിനുള്ളിൽ ഇതെങ്ങനെ നിൽക്കുന്നത്? ലൈംഗിക ബന്ധത്തിന് ശേഷം സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ അനുകൂലമായ സാഹചര്യങ്ങളിൽ ബീജത്തിന് 3 മുതൽ 5 ദിവസം വരെ ജീവനോടെ ഇരിക്കാൻ കഴിയും. 3 ദിവസം 5 ദിവസം ഒരു പെൺകുട്ടിൻ്റെ ശരീരത്തിൽ ഈ ബീജം, പുരുഷൻ്റെ ബീജം ഉണ്ടാവും, നിൽക്കാൻ കഴിയുമതിന്. കാരണം ആ സെറ്റപ്പാട് അങ്ങനെ ആയതുകൊണ്ട്. ഇനി ശാസ്ത്രീയമായി സൂക്ഷിക്കുന്നത് എങ്ങനെ? ഇപ്പോൾ ചില ആളുകൾ വർഷങ്ങളോളം, ചില ശാസ്ത്രീയപരമായിട്ട് വർഷങ്ങളോളം സൂക്ഷിക്കാറുണ്ട് ബീജം, ഒരു സംശയമില്ല. 5 വർഷം 10 വർഷമൊക്കെ സൂക്ഷിക്കാം. സുദീർഘകാലം വർഷങ്ങളോളം സൂക്ഷിക്കണമെങ്കിൽ പ്രത്യേക ലബോറട്ടറി സംവിധാനം ആവശ്യമാണ് സൂക്ഷിക്കാൻ വേണ്ടി. അതെങ്ങനെ സൂക്ഷിക്കുന്നത്? താപനില -196 ഡിഗ്രി, -196 ഡിഗ്രി, -0, -1 എന്ന് പറയുമ്പോൾ നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. അവിടെ നമ്മളോട് പറയും ഇവിടെ -0 ആണ്, -1 ആണ്, -2 ആണെന്നൊക്കെ പറയും. അപ്പോൾ തന്നെ നമ്മൾ പറയണ്ട. അതേപോലെ -196 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് സൂക്ഷിക്കുന്നത്. ടെക്നോളജി ഉണ്ടെങ്കിൽ ടെക്നോളജി എന്ന് വയ്ക്കുന്നില്ല അതന്നെ. ഇനി കാലയളവ് എങ്ങനെ? ശാസ്ത്രീയമായി 5-10 വർഷം, 10 വർഷം മുതൽ 50 വർഷം വരെ ഗുണനിലവാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിയും. അതിങ്ങനെയാണെങ്കിൽ -197 ഡിഗ്രിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 10 വർഷം 50 വർഷമൊക്കെ സൂക്ഷിക്കാൻ കഴിയും. വീട്ടിൽ സാധ്യമല്ല, സാധാരണ ഫ്രിഡ്ജിലോ കുപ്പിയിലോ ഇങ്ങനെ സൂക്ഷിക്കാൻ കഴിയില്ല. അതിനായി പ്രത്യേക കെമിക്കലുകളും സംവിധാനങ്ങളും വേണം. ഇങ്ങനെ സൂക്ഷിക്കാൻ കഴിയുക, കുപ്പിയിലെടുത്തേക്കാൻ കഴിയാന്ന്, വർഷങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ ഉണ്ടെന്ന് പറയാൻ കഴിയില്ലാന്ന്. ഉപസംഹാരം എനിക്കിപ്പോൾ ലാസ്റ്റാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു, അതുമായി ബന്ധപ്പെട്ട് മറുപടി ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടി നമ്മൾ പറയാതെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയുമാണ് ചെയ്യുന്നത് ഇതിലൂടെ. അല്ലാതെ ഒരാളേക്ക് എത്താനോ നാളെ ചിലപ്പോൾ വെറുതെ വിട്ടേക്കാം. ഒരു കേസിൻ്റെ വിധി വരുന്നത് വരെ, ഇപ്പോൾ പല മൂവീസുകൾ നമ്മൾ കാണാറുണ്ട് പണ്ടൊക്കെ, ആ കേസിൻ്റെ വിധി വരുന്നത് വരെ അയാൾ പ്രതിയാണ് ഇന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയില്ല. പ്രത്യേകിച്ച് ഒരു കേസൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തതാണ് നല്ലത്. കാരണം അതിൻ്റെ വിധി വരുമ്പോൾ, ഇപ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആൾക്ക് എന്തായി? ദിലീപ് സ്വന്തമായിട്ട് വന്നു. അപ്പോൾ എന്താ ആകാം, അങ്ങനെയോ ഇങ്ങനെ എന്തുമാകട്ടെ. അപ്പോൾ പലതിൻ്റെയും
പിന്നിൽ വരാനിരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ നമുക്കൊരുപാട് കാര്യങ്ങൾ നമുക്കതിൽ വെച്ച് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം, പഠിക്കാമെന്നൊക്കെ നമുക്ക് ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മൾ ഇപ്പോൾ എത്ര ജാതി നോക്കി മതം നോക്കി അവരുടെ ആദർശം നോക്കി കുറി നോക്കി തുണി നോക്കി സംസാരിക്കാതെ നമുക്കെല്ലാം നമ്മൾ ഏത് പാർട്ടിക്കാരനായാലും പരസ്പരം സ്നേഹത്തിലും സൗഹൃദത്തിലും പോകേണ്ടവരാണ് നമ്മൾ എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിർത്തുന്നു.